കോവിൽമലയിലെ ഭൂപ്രശ്നം ഉയർത്തിയതും വീട് നിർമ്മിക്കാൻ കഴിയാത്തതും കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി CV വർഗീസ് സംയുക്ത പരിശോധന നടത്തി അനുകൂല നിലപാട് ഉണ്ടായിട്ടുണ്ട്. കോവിൽമല രാജാവ് തെറ്റായ വാദമാണ് ഉയർത്തി കോടതിയെ സമീപിച്ചത്. കോവിൽമലയിൽ തേക്കു പ്ലാന്റേഷൻ റവന്യൂ വകുപ്പ് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ്. വീട് നിർമ്മിക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 9 വർഷം കഴിഞ്ഞു. കോൺഗ്രസ് അടിമാലിയിലെ സമരം ഏറ്റെടുത്തതുപോലെ കോവിൽമലയിലെ ഏറ്റെടുത്ത സമരം നടത്തിയത് പൊളിഞ്ഞെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഇടുക്കി വിഷനോട് പറഞ്ഞു. കാഞ്ചാർ പഞ്ചായത്തിലെ കോവിൽമലയിൽ ലൈഫ് പദ്ധതിയിലും PMAY പദ്ധതിയിലും വീട് നിർമ്മാണം മുടങ്ങിയിട്ട് 9 വർഷം കഴിഞ്ഞു. വീട് നിർമ്മിക്കാൻ വനം വകുപ്പാണ് തടസ്സം സൃഷ്ടിച്ചത്. കോവിൽമലയിലെ തേക്കിൻ പ്ലാന്റേഷൻ റവന്യൂ വകുപ്പ് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ്. കോവിൽമല രാജാവ് ഒരാവശ്യമില്ലാതെ കേസ് കൊടുത്തതിനെ തുടർന്നാണ് വനം വകുപ്പ് തടസ്സം സൃഷ്ടിച്ചത്. 9 വർഷമായി താമസിച്ചിരിക്കുന്ന വീട് പൊളിച്ച ശേഷം ഷെഡിലാണ് 21ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. പരാതികൾ പലത് നൽകിയിട്ടും തീരുമാനമായില്ല. ഇതേ തുടർന്നാണ് പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം വരെ നടന്നത്. സമരം ഏറ്റെടുക്കാൻ എത്തിയ കോൺഗ്രസ് അടിമാലിയിലെ പോലെ മറ്റൊരു സമരനാടകം നടത്താനായിരുന്നു പദ്ധതിയിട്ടത്. അത് പൊളിഞ്ഞെന്നും CV വർഗീസ് പറഞ്ഞു. സർക്കാർ അനുവദിച്ചിട്ടുള്ള ഭൂമിയാണ്. വനം വകുപ്പിന് പറഞ്ഞ കേസ് കൊടുത്തു. അത് ആ കോഴിമല രാജാവ് എന്ന് പറയുന്ന വ്യക്തി ഒരാവശ്യമില്ലാതെ കേരള ഹൈക്കോടതി കേസ് ഒരാവശ്യമില്ല. ആ ഹൈക്കോടതി കൊണ്ട കേസ് കൊടുത്തിട്ട് ഇത് വനഭൂമിയാണെന്നും മന്നാൻ സമുദായത്തിന് പരമ്പരാഗതമായി അനുഭവിച്ച ഭൂമിയാണെന്നും അതുകൊണ്ട് ഈ ഭൂമിക്കകത്ത് ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അതിനിപ്പം സംയുക്ത പരിശോധന നടത്തി കൊടുക്കണം. ഞങ്ങൾ തീരുമാനം വന്നിട്ടുണ്ട്. വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്തി ഈ പ്രദേശം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അവിടെയാണ് കോൺഗ്രസിനൊരു ചെറിയ ആത്മവഞ്ചനകളെ അനുസരിച്ച് അടിമാലിയിൽ ആരംഭിച്ച പോലെ മറ്റൊരു സമരനാടകം അനുഭവിക്കുന്നത്. അത് കൊടുക്കാനുള്ള ഗവൺമെന്റ് തീരുമാനം എടുക്കുന്ന നിലപാട് സ്വീകരിക്കും. സ്വാഭാവികമായിട്ടും മറ്റേ കോവിൽമല രാജാവ് ഈ കേസ് പിൻവലിക്കുക. പുള്ളി പറയുന്നത് ആ ഭൂമി മന്നാൻ സമുദായത്തിന് അവകാശപ്പെട്ട ഭൂമിയാണ്, അത് പഞ്ചായത്ത് അനധികൃതമായി കൈയേറിയാണ് കൊടുത്തതെന്നാണ് പുള്ളിയുടെ വാദം. അത് തെറ്റായ വാദമാണ്, ഒരു മനസാക്ഷിയില്ലാത്ത വാദമാണ്. അതാണ് കോടതി കൊടുത്തത്. റവന്യൂ വനം വകുപ്പ് സംയുക്ത പരിശോധന നടത്തി വീടുകൾ നിർമ്മിക്കാൻ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് കോടതിയിൽ നൽകി അനുകൂല ഉത്തരവ് വാങ്ങിയ ശേഷം തുടർ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയും. കോവിൽമലയിലെ പട്ടയ പ്രശ്നവും പരിഹരിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. മന്നാൻ സമുദായത്തിന് നൽകിയ ഭൂമി കൈയേറിയാണ് പഞ്ചായത്ത് വീട് അനുവദിച്ചതെന്നാണ് രാജാവിന്റെ വാദം. അത് തെറ്റായ വാദമാണെന്നും കോവിൽമലയിലുണ്ടായ പ്രശ്നത്തിന് പിന്നിലും ചില പരിസ്ഥിതി സംഘടനകളുണ്ട്. കോടതിയിൽ ഹാജരാകുന്നത് ഹരിത വക്കീലന്മാരാണെന്നും CV വർഗീസ് ഇടുക്കി വിഷനോട് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ.